പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്തും കനകടുത്തും പറയുന്നുണ്ട്, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല അഭിയാണെന്നുള്ള സത്യം നമ്മളെ നയന പറയുന്നുണ്ട് കേട്ടോ. അത് നയന പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആദർശനെ എപ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് നയനയ്ക്ക് അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് നയന പറയുന്നത് കേട്ടോ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നന്ദുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്ദു പറയുന്നുണ്ട്, എല്ലാ തെളിവുകളോടുകൂടിയും ഞാൻ അബിയെ പൂട്ടിയിരിക്കും, അത് ഞാൻ വാക്ക് തരുവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയന പറയുന്നുണ്ട്, മോളെ നീ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴാണെങ്കിലും നമ്മളെ നവ്യേച്ചയെക്കുറിച്ച് ആലോചിക്കണം, ആലോചിച്ചതിന് ശേഷമേ നീ ഏതൊരു തീരുമാനം എടുക്കാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണേ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എത്ര പഠിച്ചാലും നമ്മളെ നവ്യേച്ചിയാണെങ്കിൽ അത് നവ്യേച്ചിക്ക് മനസ്സിലാവത്തില്ലേ, അബി എന്നുള്ള ആ കള്ളൻ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി നവ്യേച്ചിക്ക് പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? എന്തായാലും എൻ്റെ ജോലിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്തിരിക്കും. കാര്യം വെച്ചാൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ വലിയ ക്രിമിനലുകളായി അവർ മാറാനൊക്കെ നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് നന്ദു. നമ്മളെ നന്ദു ആണെങ്കിൽ അബിയെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയാണെങ്കിൽ ഒന്നും അറിയാത്തവനൊക്കെ നല്ല നെഞ്ചും വിരിച്ചൊക്കെ നമ്മളെ നന്ദുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീയാണ് അവളെ അച്ഛനെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിടാന്നൊക്കെ ഇങ്ങനെ പറയും. നീ എത്ര നാൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നീ നടക്കും, എല്ലാ തെളിവുകളും കൂടിക്കൊണ്ട് ഞാൻ നിന്നെ പൂട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അബി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി പറയുന്നുണ്ട്, എന്താ നീ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നത്, ഞാനാണോ ചന്തുമോളുടെ അച്ഛനെന്നോ, നീ എന്താ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി നീ നോക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, നീ ആരെയാടാ നീ എന്നൊക്കെ വിളിച്ചത്, ഞാൻ ആരാണെന്നുള്ള കാര്യം നീ അങ്ങ് മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ നന്ദു ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസറല്ലേ, അപ്പം നന്ദു അതിൻ്റെ ആ യൂണിഫോമൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ബലത്തിൽ നന്ദു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അബിയെടുത്ത്. നമ്മൾ നന്ദു ആണെങ്കിൽ ആ ഒരു ഗാംഭീര്യത്തോടു കൂടിയൊക്കെ നമ്മൾ അബിയെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്ദു പറയുന്നുണ്ട്, നീ എത്ര നാൾ ഇങ്ങനെ എൻ്റെ ചേച്ചിയെ പറ്റിച്ച് നീ ജീവിക്കും, പക്ഷേ ഇനി ഞാൻ കാണിച്ചു തരാം ഈ നന്ദു ആരാന്നുള്ളത്, ഇനിയാണ് നീ കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ നന്ദു നേരെ നമ്മളെ മുത്തശ്ശൻ്റെ അടുത്ത് പോയതുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറയും, മുത്തശ്ശൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പോലീസ് യൂണിഫോം ഇടാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പോലീസ് ക്യാമ്പിലാണെങ്കിലും ഞാൻ ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയാം, എന്തായാലും മോൾക്ക് ഈശ്വര ഭാഗ്യം ഉള്ളത് കൊണ്ടാണല്ലോ എനിക്കിതെല്ലാം അറിയാൻ സാധിച്ചതെന്നൊക്കെ പറയുകയാണെ. അപ്പോൾ എന്തായാലും മോൾ ആഗ്രഹം കണക്ക് SI ആയിട്ടുണ്ടല്ലോ, SIയുടെ യൂണിഫോമൊക്കെ ഇടാൻ മോൾക്ക് പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയും, എല്ലാം മുത്തശ്ശനുള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചതെന്ന് പറയുമ്പോൾ പറയും, എന്തായാലും മോൾ ആഗ്രഹം കണക്ക് സാധിച്ചല്ലോ, മോൾ എന്തായാലും ഹാപ്പി ആയില്ലേ, എന്തായാലും ഇവിടെ തന്നെ മോൾക്ക് SI ആയിട്ട് കിട്ടിയല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും, എല്ലാം മുത്തശ്ശൻ കാരണമാണ്, അത് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, മോള് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, മോള് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ തെളിയേണ്ട കുറേ സത്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് മോള് പുറം ലോകം അറിയാതെ അതൊന്ന് തെളിയിച്ച് തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നന്ദു പറയും, അത് മുത്തശ്ശൻ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല മുത്തശ്ശ, അബിയുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഞാനത് ഏറ്റെടുത്ത് കഴിഞ്ഞെന്നൊക്കെ പറയുമേ, ഇവിടെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവരും, അബിക്ക് 8ൻ്റെ പണി ഞാൻ കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയും, അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്ന് മോക്കുണ്ടായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനെ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ നമ്മളെ നന്ദു ഇറങ്ങുന്നുണ്ട് കേട്ടോ.